ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡയറ്റിംഗ് വേ ബൈ ഗായത്രി. വെയിറ്റ് ലോസ് സീരീസ് പാർട്ട് 6. ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സസൈസ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും അത് കഴിഞ്ഞിട്ടും എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കഴിക്കുന്ന ഫുഡിന് പ്രീ വർക്കൗട്ട് മീൽ എന്നും വർക്കൗട്ട് ചെയ്തതിന് ശേഷം കഴിക്കുന്ന ഫുഡിന് പോസ്റ്റ് വർക്കൗട്ട് മീൽ എന്നും പറയും. പ്രീ വർക്കൗട്ട് മീലിൽ നമ്മൾ സിമ്പിൾ കാർബും കുറച്ച് പ്രോട്ടീനുമാണ് ഉൾപ്പെടുത്തേണ്ടത്. അതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടാനായിട്ടാണ്. പ്രീ വർക്കൗട്ടായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് സ്മൂത്തിയാണ്. സ്മൂത്തി നോർമലി നമ്മൾ മിൽക്ക് പ്ലസ് ഓട്സ് പ്ലസ് ബനാന പ്ലസ് ആൽമണ്ട്സ് എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് സ്മൂത്തി ആയിട്ട് കുടിക്കാം ഒരു ഹാഫ് അവർ ബിഫോർ ദി വർക്കൗട്ട്. അതുപോലെ തന്നെ നമുക്ക് ബനാന പ്ലസ് പീനട്ട് ബട്ടർ ആയിട്ട് മാത്രം കഴിക്കാം. അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡ് പ്ലസ് എനി ഫ്രൂട്ട് അല്ലെങ്കിൽ പീനട്ട് ബട്ടർ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് കോഫി വിത്ത് ഫ്രൂട്ട് എടുക്കാം. ഇതൊക്കെ അത്യാവശ്യം പ്രീ വർക്കൗട്ടിന് നല്ലതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി കലോറി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുത്താൻ ചാൻസ് ഉണ്ട്. സോ പ്രീ വർക്കൗട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു സിമ്പിൾ കാർബ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് എനർജി തരാൻ പറ്റുന്ന തരത്തിലുള്ള അധികം ഹെവി അല്ലാത്ത ഫുഡ് നോക്കി എടുക്കാൻ നോക്കുക. പ്രീ വർക്കൗട്ട് ഏത് മീലാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ടൈം ഗ്യാപ്പ് ഇടാനായിട്ട്. അത്യാവശ്യം ഒരു ഹാഫ് അവറെങ്കിലും അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ടു ഹാഫ് അവറെങ്കിലും മിനിമം ടൈം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ പ്രീ വർക്കൗട്ട് മീൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പോസ്റ്റ് വർക്കൗട്ട് മീലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള മസിൽസ് റിക്കവർ ചെയ്യാൻ എടുക്കുന്നത് ആ ഒരു പോസ്റ്റ് വർക്കൗട്ട് മീൽ നമ്മൾ ഏതൊക്കെ ഫുഡ് കഴിക്കുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തും കൂടെ ഇരിക്കും. സോ നമ്മൾ അവിടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീൽ വേണം എടുക്കാനായി. പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് ഗ്രിൽഡ് ചിക്കൻ, പിന്നെ പനീർ, അതുപോലെ തന്നെ എഗ് വൈറ്റ് അല്ലെങ്കിൽ എഗ് ഹോൾ എഗ് ആയിട്ട് നമുക്ക് എടുക്കാം. അതൊക്കെ അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോഴ്സസ് ആണ്. നമ്മളുടെ മസിൽ റിക്കവറിക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത് റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി. അതിൻ്റെ കൂടെ തന്നെ സാലഡ് ആക്കി വെജിറ്റബിൾസ് എടുക്കാം, സോട്ടഡ് വെജിറ്റബിൾസ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ ബോയിൽഡ് വെജീസ് എടുക്കാം. കാരണം വെജിറ്റബിൾസും അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഹൈ പ്രോട്ടീൻ സ്മൂത്തീസ് ആക്കി ട്രൈ ആക്കാൻ പറ്റും. ഇപ്പോൾ പ്രീ വർക്കൗട്ട് മീലായാലും പോസ്റ്റ് വർക്കൗട്ട് മീലായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് എണ്ണയിൽ വറുത്തത് അല്ലെങ്കിൽ ഓയിലിൽ ഒരുപാട് വറുത്ത ടൈപ്പ് ഓഫ് ഫുഡ്, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് എടുക്കാതിരിക്കാൻ നോക്കുക. പ്രീ വർക്കൗട്ടിൽ സിമ്പിൾ കാർബും പോസ്റ്റ് വർക്കൗട്ടിൽ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് മീൽസ് ആയിട്ട് ചൂസ് ചെയ്യാൻ നോക്കുക. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് അയച്ചു കൊടുക്കുക. സോ അടുത്ത വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും. അപ്പോഴേക്കും ബൈ.